പേടിത്തൊണ്ടന്മാരായ ഇവനെ പോലെ വേണം. എന്നതാണോ തപ്പുന്നേ? എടുക്കണ നിന്നെ ഇന്ന് ഞാൻ. ഇതെന്താ? എനിക്ക് ഒരു കുന്തം വേണ്ട. കൊണ്ടുപോ. ഇവിടെ പേടിപ്പിക്കാൻ ആളുണ്ടെങ്കിൽ പേടിക്കാത്തവരാരാ? ആ പൊട്ടക്കണമെന്ന് വിചാരിച്ച് ഞാൻ പേടിച്ചു പോയത്. എന്റെ തലയ്ക്ക് ചൂട് കയറിയ ഈ കത്തി ഏത് വഴിയൊക്കെ കയറി ഇറങ്ങുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പിന്നെ കോടതിയും കേസും ആർക്കായിരിക്കും നേരം. അല്ലാതെ അവന്റെ കളിപ്പാട്ടം കണ്ട് പേടിച്ചിട്ടൊന്നും അല്ല കേട്ടോടാ. പേടിച്ചു പോയതോടോ. എന്താടോ താങ്കളെ പേടിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക? എടോ പോടൊന്നും തന്നെ വിളിക്കരുത്. ഞാൻ കൊച്ചു റിച്ചുമാനാ. കൊച്ചുമോനാ? ആരുടെ കൊച്ചുമോൻ? കൊച്ചുമോനല്ല, റിച്ചുമാൻ. കുറച്ച് കാശും പുത്തനും ഒക്കെ ഉള്ള ആളാണ്. എന്താ അകിട് കണ്ടാൽ അറിയില്ല എത്ര പാല് കറക്കാണ്. അകിട? എവിടെ അകിട? ഞാനൊരു പഴഞ്ചൊല്ല് പറഞ്ഞതാണ്. അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടോ? അത് പോട്ടെ. ചേട്ടൻ എന്തിനാ ഇങ്ങനെ വിരണ്ട് ഓടിയത്? ഒന്നും പറയണ്ട. വെളിക്കൊന്നിറങ്ങാൻ പറ്റാത്ത കാലമാണ് ഓരോരോ ശല്യം കൊണ്ട്. ഓ അതായിരുന്നോ? അതിനിങ്ങനെ ഓടിയ പ്രശ്നമാ. ദേ ആ കൈതക്കാട്ടിന്റെ പുറകിലോട്ടെങ്ങാനും പോയിരിക്കും. എന്ത് വെളിക്കിറങ്ങാൻ? അതല്ലെന്ന്, ഈ ബാഗ് തട്ടിയെടുക്കാൻ വേണ്ടി കുറെ തെമ്മാടികൾ എന്നിട്ട് ഓടിച്ചെന്ന് പറയുമായിരുന്നു. തെമ്മാടിയോ? എന്താ ഈ ബാഗില്? അത് കുറച്ച് കാശ. എന്നാ സൂക്ഷിക്കണം. ഓട്ടിച്ചൊന്നല്ലോ. അത് നന്നായി. എനിക്ക് ഈ കള്ളന്മാരെ കണ്ണെടുത്ത കണ്ടുകൂടാ. ഞാനും എന്റെ കൂട്ടുകാരും കൂടി കൂപ്പിലെ വർത്താനം പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു. കോപ്പിലെ വർത്താനം? കൂപ്പിൽ തടി ലേലം ചെയ്ത കാര്യം പറഞ്ഞുകൊണ്ട് അന്നേരം ആ അവന്മാര് പുറകെ കൂടി കൂട്ടുകാരനെ ഓടിക്കളയും. ഞാൻ വിടുമോ? ഒന്നും രണ്ടും അല്ല, 4 ലക്ഷമായി ഇതിനകത്ത് ഇരിക്കുന്നേ. എന്നിട്ട് അവന്മാരെവിടെ? ആരോ വരുന്നുണ്ട്. അവന്മാരെ ഓടിപ്പോയി. ഒന്നിന്റെ കുറവുണ്ട് അല്ലയോ? ഇതെങ്ങനെ മനസ്സിലായി? കുറെ നാളായിട്ട് നമ്മുടെ ഒരു പറ്റുമാനക്കാരിയാണ് ആ ജാനും. അവൾ ഇച്ചിരി കാശ് ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട് അനിയനി കാര്യമൊന്നും കൊട്ടിഘോഷങ്ങൾ നടക്കണ്ട കേട്ടോ. അതല്ല, തലയ്ക്കകത്ത് ബുദ്ധി എന്നൊരു സാധനത്തിന്റെ കുറവുണ്ടെന്നാ പറഞ്ഞേ. അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പോകുന്ന നേരെ വീട്ടിൽ പോകേണ്ടതിന് വരെ ഇത്രയും കാശ് കൊണ്ട് താൻ ഈ റോഡിൽ കൊണ്ട് നടക്കും. ലേലത്തിൽ തന്നെ കുറച്ച് നഷ്ടം വന്നു. പിന്നെ റിക്ഷാക്കാരൻ കൂടി ആ കാശ് കൊടുക്കേണ്ടെന്ന് വിചാരിച്ചാൽ നടന്നത്. മണ്ടത്തരമായിപ്പോയി. ഇനി അടുത്ത ലേലം കഴിഞ്ഞ് പോകുമ്പോൾ അങ്ങനെ ചെയ്യാം. ഓ ഇനിയുണ്ടോ ലേലം? പിന്നെ ക്രിസ്മസ് കഴിഞ്ഞിട്ട് അത് ഇതിലും വലുതാ. ഒരു 10-25 ലക്ഷം വരും. അന്നേരം ഈ മണ്ടത്തരമൊന്നും കാണിച്ചേക്കരുത്. നേരെ കൊണ്ട് ബാങ്കിൽ കൊണ്ടിടണം ഈ കാശൊക്കെ. അപ്പൊ ഇവ എനിക്കിരിക്കട്ടെ. എന്ന് വെച്ചാ ആ ബാഗിൽ നിന്ന് തരാൻ. അപ്പൊ നിങ്ങളും ആ തെമ്മാടികളുടെ കൂടെയാ അല്ലേ? വിവരദോഷം പറഞ്ഞോണ്ടല്ലോ, ഞാൻ അവരുടെ കൂടെ ഒന്നുമല്ല. അയ്യോ എന്റെ കാശ്. നിന്റെ അല്ല, എന്റെ. താ നോക്കിക്കോ, ഞാൻ അവരോട് പറയുന്നുണ്ട്. ആരോട്? ആ വെളുത്ത കോട്ടിട്ട് കഴുത്തിൽ കോഴം തൂക്കി നടക്കുന്ന ആ പോലീസുകാരോട്. എന്താ? വെളുത്ത കോട്ടിട്ട് ആ പോലീസുകാര് തന്റെ ഒരു മുറിയിൽ കൊണ്ടുപോയി കറണ്ട് അടിപ്പിക്കും. അന്നേരം താൻ അറിയും. നോക്കിക്കോ. വെളുത്ത കോട്ടിട്ട പോലീസുകാരെ കറണ്ട് ബോണ്ട ടൈർ കളസം. ചേട്ടാ ചുണ്ണാമുണ്ടോ? ചുണ്ണാമുണ്ടോ ചേട്ടാ? ഓ ചുണ്ണാമ്പല്ല, നിനക്ക് പാൽ പരാതി തരാമണി.
അന്നൊക്കെ പെങ്ങൾക്ക് അടക്കോ ഒതുക്കോ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കേട്ടില്ലേ കിടന്ന് തോട്ടോറങ്ങുന്നേ. എന്നാ നീ ഞാൻ നല്ല സോങ് സെലക്ഷനാണ് മോളെ, പക്ഷേ പാടിക്കോളാക്കി. നീ സീതി നീ ഇങ്ങനെ പോകുമ്പോ താഴെ ശ്രദ്ധിക്കണം, അവിടെ കുറെ സംഗതികളുണ്ട്. ഇല്ലെങ്കിലേ ചരണം മഹാവൃത്തിയിടാകും. മോള് മനസ്സിലാക്കാൻ വേണ്ടിയാ ഇതൊക്കെ പറയുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അറിയാതെ സംഗതി ചവിട്ടി, പിന്നെ പഞ്ചായത്ത് കിടന്ന് അവിടെ വരെ നടക്കേണ്ടി വന്നു ചരണം വൃത്തിയാക്കാൻ. ശ്രദ്ധിച്ചോണം കേട്ടോ മോളെ. ആൾ ദി ബെസ്റ്റ്. എന്താ നിർത്തുന്നല്ലേ? ഞാൻ വന്നല്ല, SMS ചോദിക്കാനായി. ചേട്ടാ ചുണ്ണാമ്പുണ്ടോ? നീ എന്തായി കൊച്ചേ, വെള്ളം പൂശാൻ പോകണം? ഒന്ന് മുറുക്കാനാ. വീട്ടില് മുറുക്കി നടക്കാൻ നീ മുത്തശ്ശിയാ? ഈ ചെറുപ്രായത്തില് വീട്ടിലെ ചുണ്ണാമ്പ് ചവച്ചോണ്ട് നടക്കരുത്, ക്യാൻസർ വന്ന് ചത്തുപോകും. എനിക്കോ? എന്തോന്ന് ക്യാൻസർ എന്ന് പറയുന്നത് ഇത്ര വലിയ തമാശയാ? എന്താ നിന്റെ പേര്? നീലി, കള്ളിയങ്കാട്ട് നീലി. കള്ളിയങ്കാട്ട് നീലി. ആ കേട്ടിട്ടുണ്ട്. സിനിമ നടിയാണോ അതോ നാടക നടിയോ? യക്ഷിയ. അത് നിന്റെ മോന്ത കണ്ടാലേ അറിയാം ഒരു യക്ഷിയോ ഭൂദേവിയോ ആണെന്ന്. എവിടെ വീട്? ആ പാലക്കാട്ടിലാ. പാലക്കാട്ടോ? പാലക്കാട്ട് എവിടെയാ? പാലക്കാട്ടല്ല, ആ പാല നിൽക്കുന്ന കാട്ടിലാ. അതിലെ പൊക്കമുള്ള പാലയുടെ ചോട്ടിൽ കുറെ തലമുടി നഖവും കിടപ്പുണ്ട്. ഓ, അതാ ബാർബർ ഷോപ്പുകാരൻ്റെ പണി. അയ്യോ അല്ല. ആ അല്ലെങ്കിൽ അല്ല. പിന്നെ ഈ രണ്ടും കെട്ട നേരത്ത് നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കരുത്. ആരെങ്കിലും പിടിച്ച് നിങ്ങളൊക്കെ ചെയ്തോള്. എനിക്ക് രക്തം വേണം. അയ്യോ, 2 ദിവസം മുമ്പാ ഞാൻ ഒരാൾക്ക് രക്തം കൊടുത്തു. ഇനി 3 മാസത്തിൽ കൊടുക്കാൻ പാടില്ലെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. കൊച്ചു വിഷമിക്കണ്ട, ഞാനേ ആരോടെങ്കിലും ചോദിച്ചു നോക്കാം. ഏത് ഗ്രൂപ്പാ? എനിക്ക് നിങ്ങളുടെ രക്തം വേണം. ഇത് നല്ല ബൂത്ത്. രക്തം ഉണ്ടാക്കാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ എവിടുന്ന് ഉണ്ടാക്കി തരാനോ? അതൊന്നും പറ്റില്ല. എനിക്ക് വേണം. ഓ പിന്നെ ഒന്നും പോടി വേണ്ടേ. തരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. തരമാട്ടെ, തരമാട്ടെ, നീ തരമാട്ടെ. അയ്യോ, ഇത് തമിഴ് വേശുന്നു. കാശി പണ്ടത്തേനാ? അയ്യോ നായെ, നിന്നെ ഞാൻ കൊന്ന് ഒന്റെ കുറിച്ച് പിന്നെ നീ കുളുത്തും. ഇതാണ് നാഗവല്ലിയോ? ഇഷ്ടക്കാരനെ തപ്പി ഇറങ്ങിയതായിരിക്കും അല്ലേ? നിന്റെ ആ തുള്ളക്കാരനെ ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ നാഗവല്ലി അല്ല, നാഗവല്ലവനല്ലേ? വെറുതെ ആശിച്ചു പോയി. വേഷം കെട്ടിപ്പോ നിനക്ക് ഒടുക്കത്തെ ഗ്ലാമറാണല്ലോടാ. മാനങ്ങമാര് പോലും തോറ്റുപോകുമല്ലോ. അപ്പൊ വേഷം കെട്ടി തക്കിടെ തരകളെ കാണിച്ച് ആൾക്കാരെ പേടിപ്പിച്ച് മോഷണമാണ് പണി അല്ലടാ. ഇത്ര ബുദ്ധിയുള്ള എന്നെ നീ കളിച്ചല്ലോടാ. എന്നെ ഇന്ന് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചിട്ടുള്ളൂ. ബാക്കി അയ്യോ ചേട്ടാ, ചതിക്കരുത്. ഞാൻ ഈ നാട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. പോലീസിനെ വിളിക്കരുത് പ്ലീസ്.
ഇനി ഈ പാലക്കാട്ടിലെങ്ങാനും നിന്നെ കണ്ടുപോയാ പാലക്കാട്ടിലെന്നല്ല, ഇനി പാലായിപ്പോലും എന്നെ കാണില്ല ചേട്ടാ. ആ ഇവിടെ വേണ. എവിടെ പോയാലും ഇമാതിരി വേഷം കെട്ടി ചെറുപ്പക്കാരുടെ അടുത്തൂടെ ഒന്നും നടക്കരുത്. അവര് കൺട്രോൾ പോകണേ. ഒന്ന് കൺട്രോൾ നിൽക്കാൻ ഞാൻ പെട്ട പാടി. അയ്യേ